ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണണം കേട്ടോ. അപ്പം ഞാൻ വീഡിയോയിലേക്ക് വരാം. ഞാനിപ്പോൾ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം തന്നെ എൻ്റെ തല ചൊറിഞ്ഞു ഒരു രക്ഷയില്ല, നിറച്ച് താരനാണ്. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് വായിച്ചു എന്താ പറ്റിയെന്ന്. അപ്പം നമ്മുടെ മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ ചൊറിച്ചിൽ വരുമെന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാം. പക്ഷേ മുടി പിന്നെ ചെറുതിലേ തൊട്ടേ അവിടെ ഇവിടെയൊക്കെ നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മുടി ഇപ്പോഴത്തെ നമ്മുടെ ഫുഡിൻ്റെ നമ്മളുടെ ഒരു ജീവിതശൈലിയുടെയൊക്കെ, ഞാനാണെങ്കിൽ എണ്ണയൊന്നും അങ്ങനെ എപ്പോഴും വയ്ക്കുന്ന ഒരാളല്ല. അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ മുടി പെട്ടെന്ന് ഇങ്ങനെ നരയ്ക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. പിന്നെ ഞാൻ മുടിയിൽ ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ട്രീറ്റ്മെൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, മുടി ഇങ്ങനെ സ്ട്രൈറ്റനിങ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള മുടിയും കൂടെയാണ്. അപ്പോൾ അതിൻ്റേതായ ഫോൾട്ടുകളൊക്കെ മുടിക്ക് ഡ്രൈനെസ്സൊക്കെ ഉണ്ട്. ഒത്തിരി പ്രശ്നങ്ങൾ എൻ്റെ മുടിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി മുടിയൊക്കെ ഊരിപ്പോയിട്ടുണ്ട്. കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മുടി നരയ്ക്കും. അപ്പം എന്തായാലും മുടി നരയ്ക്കുന്നതിൻ്റെ ഭാഗമായിരുന്നില്ല, എൻ്റെ മുടി നിറച്ച് കണ്ടോ നല്ല പോലെ താരനുണ്ട്. അപ്പം ഞാൻ താരൻ കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എൻ്റെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇവിടെ കാണിച്ചു തരണം, അല്ലാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. എന്തായാലും ഭയങ്കരമായിട്ട് താരനാണ്, ഭയങ്കര ചൊറിച്ചിലാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പിരിയം ഒക്കെ ചൊറിച്ചിൽ തുടങ്ങി, ഇവിടെയൊക്കെ ചെറിയ പൊടി കുരുക്കളൊക്കെ വന്നു തുടങ്ങി. അതുപോട്ടെ, ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഭയങ്കര ചൊറിച്ചിൽ. അപ്പോൾ എനിക്ക് ഉറപ്പായി, ഞാൻ ഓൾറെഡി ബ്യൂട്ടീഷ്യനും കൂടെ ആയതുകൊണ്ടായിരിക്കാം എനിക്കത് മനസ്സിലായി പെട്ടെന്ന് ഇങ്ങനെ താരൻ്റെ ആണെന്ന്. ട്രീറ്റ്മെൻറ്റൊക്കെ എനിക്കറിയാം, എങ്കിൽ പോലും ചെയ്യാനും പറ്റണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഞാൻ കൂടുതലും നമ്മുടെ നാടൻ മൈലാഞ്ചിയൊക്കെ അരച്ച് ഞാൻ തലയിൽ ഇടാറുള്ളതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും ഞാൻ ഇട്ടതാണ്. അപ്പോൾ അത് മുടി ഇങ്ങനെ എനിക്ക് ഇച്ചിരി ചെറിയ കളറൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ഓറഞ്ച് കളറല്ല ഇഷ്ടം, എനിക്ക് ആ കളർ ചെയ്യുന്നതിൻ്റെ ഒരു കളറുണ്ടല്ലോ അത് കിട്ടുന്നത്, അതിൻ്റെ ഞാനൊരു വീഡിയോ ഞാൻ പുറകെ ചെയ്യാം കേട്ടോ. നമുക്കിങ്ങനെ കളർ ചെയ്യണ പോലത്തെ കളറ്, അതായത് ബർഗറണ്ടി കളർ വരുന്ന രീതിയിലുള്ള മുടിയാകണം എന്നുണ്ടെങ്കിൽ, നാച്ചുറലായിട്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ പുറകെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് പിന്നീട് പറയാം. ഇപ്പം നമുക്ക് ഈ താരൻ മാറാനുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹെർബൽ രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നിലെ ഹെർബൽ ഷാമ്പു എന്തെങ്കിലും തലയിൽ തേച്ച് നന്നായിട്ട് ഒന്ന് തല കഴുകണം. ആദ്യം തല എപ്പോഴും നന്നായിട്ട് വൃത്തിയാക്കി ഉണക്കിയെടുക്കണം, എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ താരൻ തലയിൽ നിറച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ നേരെ അതിലേക്ക് എന്ത് സാധനം അപ്ലൈ ചെയ്താലും പെട്ടെന്ന് മാറാൻ പാടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല ഹെർബലായിട്ടുള്ള ഷാമ്പൂ കൊണ്ട് നന്നായിട്ട് തല വാഷ് ചെയ്യണം. അപ്പം നന്നായിട്ട് തല വാഷ് ചെയ്ത് നമ്മൾ ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്തതിന് ശേഷം വേണം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായി കാണണം. കണ്ടതിന് ശേഷം ഈ മെത്തേഡൊന്ന് നിങ്ങളൊന്ന് ചൂസ് ചെയ്ത് നോക്കൂ. അതിൽ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ പോയി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതെന്താണെന്ന് അല്ലേ, ആര്യവേപ്പിലയാണ്. ഈ ആര്യവേപ്പില ഇതിപ്പം ഞാൻ പറിച്ചു, എൻ്റെ ഫ്രണ്ട് പറിച്ചു തന്നതാണ് എനിക്ക്. അപ്പം മായക്കുട്ടിയില്ലേ, എൻ്റെ ഫ്രണ്ടാണിത് പറിച്ചു തന്നത്. അപ്പോൾ ഇങ്ങനെ ആര്യവേപ്പില ഇഷ്ടം പോലെ പറിച്ചുകൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ടാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പം അത് കാണാം. അതിനു മുമ്പ് പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നമ്മൾ നന്നായിട്ട് ഉണക്കി വെച്ച മുടിയിൽ നമ്മൾ തേക്കാൻ പോകുന്ന ഏത് എണ്ണയാണോ, നമ്മൾ സാധാരണ സ്ഥിരം തേക്കുന്ന തലമുടി തേക്കുന്ന എണ്ണ ഏതാണോ, അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്നിങ്ങനെ നമ്മളിങ്ങനെ ഈ കൈയുടെ വിരലിൻ്റെ ഈ ഭാഗമില്ലേ, ആ ടിപ്പ് കൊണ്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ തലയോട്ടിയിൽ എണ്ണ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചൂട് എണ്ണ, ചൂടെണ്ണ, അപ്പോൾ ഒത്തിരി തിളച്ച എണ്ണയൊന്നും ആവരുത്, ചെറിയ ചൂടെണ്ണ ഇങ്ങനെ നമ്മളിങ്ങനെ തലയോട്ടിയിൽ ഇങ്ങനെ തേക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതെ, ഞാനൊരു കരി പിടിച്ചൊരു പാത്രം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രം ശരിക്കും ഇതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വല്ലോ സവോളയോ ഒക്കെ അരിയുമ്പം മാത്രം ഇത് തൊലിയൊക്കെ എടുത്ത് വയ്ക്കാൻ ഉപയോഗിക്കുന്നൊരു പാത്രമാണ്. അപ്പോൾ ഈ പാത്രത്തിനകത്താണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പ് വെള്ളം ഒക്കെ എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനിങ്ങനെ വെള്ളം എടുത്തു. ഈ വെള്ളം ഇങ്ങനെ തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആര്യവേപ്പില കുറച്ച് എടുത്തിടാം. ഒരു പിടിയോളമൊക്കെ മതി കേട്ടോ.
അപ്പം ഞാനിത് അടത്തി നല്ല വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പുഴുക്കളോ എട്ടുകാലിയുടെ വല്ലതൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം ഇതിനകത്തേക്ക് ഞാൻ ഇടുവാണ്. അപ്പോൾ ഇത് കുറച്ച് വെള്ളമുള്ളൂ, കുറച്ച് വെള്ളത്തിനകത്തേക്കാണ് ഇതങ്ങനെ. ഇനി ഇതിവിടെ കിടന്ന് തിളയ്ക്കണം. ഓക്കെ. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇത് തുടമാണ്. തുടമെന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെയുള്ളൊരു തവിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മളിങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ഇത് ഇങ്ങനെ ചൂടാക്കി വെക്കുക. ചൂടാക്കി കഴിഞ്ഞിട്ട് ഇത് ഞാൻ എപ്പോഴും സ്ഥിരം തേക്കുന്ന എണ്ണ വെളിച്ചെണ്ണയാണ്. ആ എണ്ണ ഒന്ന് ചൂടാക്കണം. അപ്പോൾ ഇച്ചിരി ആകുമ്പോൾ തന്നെ നമുക്ക് ചൂടായോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവുകയെന്ന് വെച്ചാൽ ഈ തവിയുടെ ഈ അറ്റം നമ്മുടെ കൈ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ചൂടടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ചൂടായി എന്നുള്ളത്. അപ്പോൾ ഇനി ഇത്രയും ചൂടായാൽ മതി. ഈ എണ്ണയാണ് നമ്മൾ തലയിൽ സ്കാൽപ്പിൽ തേച്ച് കൊടുക്കാൻ പോണത്. ഇനി ഇതിങ്ങനെ നമ്മൾ സ്കാൽപ്പിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുവാണ്. കണ്ടല്ലോ, ഞാൻ ആ എണ്ണ ഇച്ചിരി എടുത്ത്. ഇപ്പോൾ ഈ എണ്ണ ഇങ്ങനെ കൈ തൊട്ടിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കാം. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നോക്കിക്കോ. അപ്പം ഞാൻ ചൂടാക്കിയ എണ്ണ ഇങ്ങനെ സ്കാൽപ്പിൽ ഇങ്ങനെ തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. കണ്ടല്ലോ, ഒരു രക്ഷയില്ല. എണ്ണ ചൂടിങ്ങനെ വെക്കാൻ തുടങ്ങുമ്പോൾ നല്ല സുഖമാണ്. നമ്മുടെ തലയോട്ടിലൊക്കെ ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല സുഖമാണ്. പ്രത്യേകിച്ച് ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നമ്മൾ അവിടെയും കൊടുത്ത് നല്ലപോലെ തേച്ച് കൊടുക്കാം. ഇങ്ങനെ തലയോട്ടി മുഴുവൻ തേച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തേച്ച് കൊടുക്കണം, എന്നെങ്കിലേ ശരിയാവുള്ളൂ. നമ്മളിങ്ങനെ നല്ലപോലെ തേച്ച് കൊടുക്കണം. എനിക്കാണെങ്കിൽ നല്ല ചൊറിച്ചിലുണ്ട് തലയ്ക്ക്. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തേച്ച് കൊടുക്കണം. കണ്ടല്ലോ, ഇങ്ങനെ നല്ലപോലെ തേച്ച് കൊടുക്കണം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ അടുത്ത ഭാഗം ഞാൻ ഈ ഒരു ഭാഗം ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ ഞാനിപ്പോൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതും കൊണ്ടുള്ളതും കാണിച്ചു തരാം. അത് കഴിഞ്ഞ ഒരു പാക്കുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഇടുന്നില്ല. അത് ഞാൻ അടുത്ത ദിവസം അതിൻ്റെ വീഡിയോ കാണിക്കാം കേട്ടോ. നമ്മളിങ്ങനെ തലയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ തേച്ച് കൊടുത്താൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പിരിയനയിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിരിയനയിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ പിരിയനിലും ചെറുതായിട്ടിട്ട് കൊടുക്കണം. എനിക്കാണെങ്കിൽ കണ്ണിൻ്റെ ഇവിടെ വരെ ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് പീലിയയിലൊന്ന് ഇട്ട് കൊടുക്കുവാണ്. കണ്ടോ, കണ്ണിൻ്റെ അവിടെ പീലിയയിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ ചെറു ചൂടേ ആകാവുള്ളൂ കേട്ടോ, ഒത്തിരി ചൂടൊന്നും ആകരുത്. അപ്പോൾ ചെറു ചൂടോട് കൂടി എണ്ണ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ സ്കാൽപ്പയിലൊക്കെ തേച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കണ്ട് നമുക്കറിയാം. എന്തായാലും ഇത് നല്ല കാര്യമാണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇത് പാർലറിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരിയും ഇങ്ങനെ വരുന്നവർക്കൊക്കെ ഞാൻ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒത്തിരിയും ഇങ്ങനെ പ്രയോജനമുള്ള സാധനമാണ്. അപ്പോൾ ചിലരൊക്കെ വന്ന് നമ്മളോട് വന്നിട്ട് ചിലർ പറയും ഇങ്ങനെ ഭയങ്കര ധാരണ എന്ന് പറയുമ്പോൾ ഞാൻ കെമിക്കൽ ട്രീറ്റ്മെൻറ്റിനേക്കാൾ കൂടുതലായിട്ട് ചെയ്യാൻ ഏറ്റവും എനിക്ക് ഒരു കംഫർട്ടായിട്ട് തോന്നിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെർബൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിതിന് ഹെർബൽ ട്രീറ്റ്മെൻറ്റ് ഞാനിത് പ്രിഫർ ചെയ്യുള്ളൂ. അപ്പം മുടിക്കും പിന്നീടും നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാനായിട്ട് എല്ലാവരെയും പ്രേരിപ്പിക്കണം. പിന്നെ അത് മാത്രമല്ല, നമുക്കിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി മാറ്റം ഉണ്ടാവും. പിന്നെ ഭാവിയിൽ ഇത് വരാതെ ഇരിക്കാനും കൂടെ ഒരു നല്ല ഇതാണ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഞാനിപ്പം ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വാട്ടർ തെറാപ്പി വീണ്ടും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ഓഫ് ചെയ്തിടുവാണേ. ഇതേ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കണ്ടല്ലോ, കുറച്ചിട്ടതാണ്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്തിടാം. ഇത് ആറണം. കുറേ ചൂടോടുകൂടി നമുക്കിത് തലയിൽ പുരട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം ഇതൊന്ന് ആറാൻ വേണ്ടി നമ്മളിത് വയ്ക്കുവാണ്. നിങ്ങൾ എന്നിട്ട് ഇതുപോലെ മുടി കെട്ടി വയ്ക്കുക. ശരിക്കും നല്ല പോലെ എണ്ണ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ മുടി കെട്ടി വയ്ക്കണം. കണ്ടല്ലോ, ഇതുപോലെ കെട്ടി വെച്ചതിന് ശേഷം കുറച്ച് നേരം ഈ എണ്ണ നമ്മുടെ തലയിൽ ഇരിക്കട്ടെ കേട്ടോ. ഇതിന് ശേഷം വേണം നമുക്ക് ഇത് ചെയ്യാനായിട്ട്. ആറണം, ഈ വെള്ളം ആറണം. നല്ല ചൂടാണ് കണ്ടോ. അപ്പോൾ ഇതൊന്ന് ആറി കിട്ടിയിട്ടേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആ സമയം കൊണ്ട് നമ്മുടെ ഈ ഇലയിലേക്ക് ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെ. ഓക്കെ, നമ്മൾ ഈ പാത്രത്തിലേക്ക് ആ വെള്ളം ഒഴിച്ചു വയ്ക്കാൻ പോവുകയാണ്. ആ ഇല തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറ് നോക്കിക്കോളണം. നല്ലൊരു ചെറിയ ഗ്രീൻ കളറാണ് വെള്ളത്തിന്. കാരണം ഈ ഇലയിലേക്ക് സത്തൊക്കെ ഇറങ്ങി അങ്ങനെ നല്ലൊരു വെള്ളമാണ്. കണ്ടല്ലോ, അപ്പോൾ അത് അതിൻ്റെ ഇല മാത്രമായിട്ടാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കുക. എന്നിട്ട്
നമുക്ക് എത്ര ഒന്നല്ലേ നല്ല വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൽ ഇവിടെ നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ വെള്ളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചൂടോടുകൂടി ഇരിക്കുവാണ്. ഇനി വേണം ഈ വെള്ളം നമ്മൾ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാൻ. അപ്പോൾ അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ തലയിൽ ഇങ്ങനെ തേച്ച് തലയോട്ടിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ തലയിലെ ചൊറിച്ചിലൊക്കെ മാറും. താരന് നല്ല വ്യത്യാസം ഉണ്ടാവും. പാർലറിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒരു പാക്കേജ് പോലെയാണ്. ഇത്ര ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അല്ലാണ്ട് നമ്മൾ ഒറ്റയടിക്കത് ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിയേക്കാമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇത്ര ദിവസത്തെ പാക്കേജായിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയാം, ഇങ്ങനെ താരൻ്റെ ഇത് പോകുന്നുള്ളത് ഞാൻ 100% ഉറപ്പ് പറഞ്ഞു തരാം. പിന്നെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയ്ക്ക് പകരം ഈ ആര്യവേപ്പില ഇട്ട് എണ്ണ കാച്ചിയിട്ട് നമുക്ക് അത് തലയിൽ പുരട്ടുവാണെങ്കിലും ഒത്തിരി വ്യത്യാസം ഉണ്ടാകും. അതിപ്പോൾ സ്ഥിരം യൂസ് ചെയ്യണം, നല്ലതാണ്. അത് ഈ ഡാൻഡ്രഫ് മാറണവരെയും ചെയ്താൽ മതി. അപ്പോൾ അതിട്ട് തല ഇങ്ങനെ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്യണം, നല്ലതാണ്. ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ തലയോട്ടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കണം. കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ തലയിൽ തേച്ച് പിടിപ്പിച്ച് നമ്മളിങ്ങനെ ആ വെള്ളം ഇങ്ങനെ എടുത്ത് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് പിരിയത്തേലും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കോളും. ചെറു ചൂടേ ഉള്ളൂ. കണ്ടോ, നമ്മൾ ആ വെള്ളത്തിൽ കൈയിടാൻ പറ്റുന്നത് ചെറു ചൂടായതുകൊണ്ടാണ്. പിന്നെ കണ്ണിൻ്റെ ആ പോളയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുക്കണം, നല്ലതാണ്. ഇങ്ങനെ കണ്ട. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പിരിയത്തേലൊക്കെ ഇങ്ങനെ ഇതുണ്ടെങ്കിൽ അതിന് കുറച്ച് ശമനം വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. നല്ല സുഖമുണ്ട്, പക്ഷെ കണ്ണ് നീറാതെ സൂക്ഷിച്ചോളണം കേട്ടോ. ഈ ആര്യവേപ്പില എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും അണുക്കളെ നശിപ്പിക്കുന്ന സാധനമാണ്. അപ്പം നമ്മുടെ തലയിലുള്ള ഈ ഫംഗലിനെ നശിപ്പിക്കാൻ ഏറ്റവും പറ്റിയ സാധനം തന്നെയാണ് ആര്യവേപ്പില. അപ്പം അതിൻ്റെ ഇത് ചെല്ലുമ്പം പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ ഈറിനോടെ മുടി കെട്ടി വെക്കരുത്. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്നാണ് ഇങ്ങനെ മുടിയൊക്കെ കെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മട്ട് പിടിക്കുക, അതുപോലെ തന്നെ ഇങ്ങനെ താരന് ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ എണ്ണ കൂടുതൽ തേക്കാതിരിക്കണം തന്നെയാണ് നല്ലത്. ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ എണ്ണ തേച്ച് കുളിച്ചാൽ മതി. എപ്പോഴും എണ്ണ വെക്കേണ്ട കാര്യമില്ല. അതും കുറേ വാരിപ്പൊത്തിയൊന്നും എണ്ണ വെക്കരുത്. ശരിക്കും സ്കാൽപ്പിലാണ് നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ കുട്ടികളൊക്കെ പോയിരുന്ന് ഈ പൊടിയൊക്കെ ആയിട്ട് ഭയങ്കര വൃത്തികേടാവും. മുടിയും വൃത്തികേടാകണം, ഒപ്പം തല വൃത്തികേടാവും. അതുപോലെ തന്നെ തലയിലൊക്കെ ഒത്തിരി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരിയും മുഖത്തേക്കൊക്കെ കുരുക്കളൊക്കെ വരും. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ചിലർക്ക് ഡാൻഡ്രഫ് വന്ന് മുഖം വരെ വൃത്തികേടായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഒത്തിരിയും ഞാൻ പാർലറിൽ എനിക്ക് നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളതൊക്കെ മാറ്റിയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ഞാൻ തനിയെ എൻ്റെ ആവശ്യത്തിന് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറേ നാളായിട്ട് ഇപ്പം ഞാൻ മുടിയൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പം അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാനിനി എൻ്റെ തലയിലെ ട്രീറ്റ്മെൻറ്റുകൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പം ഞാനത് ശ്രദ്ധിക്കും. എന്തായാലും നിങ്ങളെല്ലാവരും ഇങ്ങനെ താരനുണ്ടെങ്കിൽ വെച്ച് താമസിപ്പിക്കരുത്. ഓരോ ദിവസം കഴിയുന്തോറും അത് കൂടത്തേ ഉള്ളൂ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെറുതായിട്ട് എവിടെയെങ്കിലും ഒന്നും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മളത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ തന്നെയാണെങ്കിലും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. നമുക്ക് അതിന് വേണ്ടി ഒരു ഗുളികയോ അല്ലെങ്കിൽ ഒരു മെഡിസിനോ നമ്മൾ തലയിലേക്ക് വേറെ തേക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഈ ആര്യവേപ്പില പറിച്ച് നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ചിട്ട് ചൂടുവെള്ളം കൊണ്ട് തല കഴുകുക. പിന്നെ ഇതിന് ശേഷം ഇടാനുള്ള പാക്കുണ്ട്. അത് ഇന്നിടണ്ട, നമുക്ക് നാളെയോ മറ്റന്നാളോ ഇട്ടാൽ മതി. ആ പാക്കും കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പം അതിനുള്ള വീഡിയോ പുറകെ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എന്തായാലും ഇതുപോലെയുള്ള നല്ല പ്രയോജനകരമായ വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പം ബൈ ബൈ.